കുട്ടികളെ രാത്രി എഴുന്നേറ്റ് ചെവി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടോ അല്ലെ ചെവി അടച്ചിട്ടോ ഒക്കെ ശക്തമായി കരഞ്ഞിട്ട് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മിക്കവാറും ഒരു ജലദോഷപ്പനിയോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ മൂക്കുടപ്പോ ഒക്കെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇത് ചെവിയുടെ ഉൾവശത്ത്, അതായത് മിഡിൽ ഇയറിൽ വെള്ളം കെട്ടി നിന്ന് അതിലൊരു ബാക്ടീരിയ വളർന്നിട്ടുണ്ടാവുന്ന ചെവി പഴുപ്പ് രോഗം അല്ലെങ്കിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡോക്ടർ സനീറ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് കുട്ടികൾ ക്ലിനിക്കിൽ വന്ന് പറയുന്ന ചില ഇയർ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്കവാറും കുട്ടികളിൽ കണ്ടുവരാറ് ഒരു ഫോറിൻ ബോഡി എൻട്രാപ്മെൻറ്റ്, അതായത് അവർ തന്നെ ചെവിയിൽ എന്തെങ്കിലും എടുത്തിടുക, ചെറിയ മുത്തിൻ്റെ കഷ്ണങ്ങളോ അരിമണിയോ പെൻസിലിൻ്റെ കഷ്ണമോ ഒക്കെ അറിയാതെ ചെവിയിൽ എടുത്തിടാനും അത് കാരണം ഇയർ ഡ്രമ്മിൽ ഒരു മുറിവുണ്ടാവാനും ചെവിയുടെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ചില കുട്ടികളിൽ ഇയർ വാക്സ് കുറച്ച് കട്ടിയായിട്ടായിരിക്കും, അപ്പോൾ അവർക്ക് കേൾവിക്ക് പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും. അത് മാറ്റാനായിട്ട് ബഡ്സോ പെൻസിലിൻ്റെ അറ്റമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഇയർ ഡ്രമ്മിന് മുറിവുണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും ഇൻഫെക്ഷൻ ഉള്ളിലോട്ട് വരും. എന്നാൽ മേജറായിട്ട് കുട്ടികളിൽ ഈ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വരുന്നത് ഒരു ജലദോഷപ്പനി കഴിഞ്ഞിട്ടാണ്. അതായത് നേരത്തെ തന്നെ നേസൽ പോളിപ്പോ, ടോൺസിലൈറ്റിസോ അഡിനോയിഡ്സോ DNS, അതായത് മൂക്കിൻ്റെ പാലിങ്ങനെ വളഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ നവജാത ശിശുക്കളിൽ മൂക്കിനെയും നമ്മുടെ ഇയറിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചാനലുണ്ട്, അതിന് യൂസ്റ്റേക്കിൻ നാളി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൊസിഷൻ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ്, വളരെ ചെറുതുമാണ്. അപ്പോൾ മൂക്കിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടായാലും, മൂക്കൊലിപ്പ് ഉണ്ടായാലും പെട്ടെന്ന് ആ വെള്ളവും ഇൻഫെക്ഷനും ഒക്കെ ചെവിയിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അവരെ പാല് കൊടുത്ത് കിടത്തുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടാണ് പാല് കൊടുക്കണമെങ്കിൽ ശരിക്കൊന്നും ഗ്യാസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാല് തികട്ടി വന്ന് അതും ചെറിയ രീതിയിൽ ഈ യൂസ്റ്റേക്കിൻ നാളി വഴി ചെവിയിലോട്ട് കയറാനും അത് അവിടെ കളക്റ്റഡ് ആയിട്ടിരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനായി മാറാറുണ്ട്. കുട്ടി ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ ഇതൊരു മിഡിൽ ഇയർ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കാം. നല്ല ശക്തമായ കരച്ചിലായിരിക്കും, ഇതേപോലെ ചെവി പിടിച്ച് വലിക്കുന്നുണ്ടാകും, രാത്രിയിൽ കരഞ്ഞെഴുന്നേൽക്കുന്നതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടും, പാല് കുടിക്കാനുള്ള പ്രയാസം കാണിക്കുന്നുണ്ടാവും. ചെറിയ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ തലവേദനയോ കഴുത്തുവേദനയോ കൂടെ പറയുന്നുണ്ടാവും. ഈ വേദന നല്ല കുത്തുന്ന ടൈപ്പ് പെയിൻ ആയിരിക്കും, പക്ഷേ ഈ ചെവിയുടെ ഉള്ളിൽ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് ആ പ്രഷർ വരുന്നതുകൊണ്ടാണ് ഇത്രയും വേദന. പ്രഷർ കാരണം ഇയർ ഡ്രമ്മിൽ ചെറിയ മുറിവുണ്ടായിട്ട് അതിൽ നിന്ന് ആ പഴുപ്പ് പൊട്ടി ഒലിക്കും. അത് പോകുന്നതോടുകൂടി വേദനയ്ക്ക് ഒരാശ്വാസം കിട്ടും. എന്നാൽ അതിനുശേഷം കുട്ടിക്ക് കേൾവി തകരാറ് വന്നെന്ന് വരാം. വീട്ടിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇയർ ഡ്രോപ്സോ ഓയിലോ ഒന്നും ഇറ്റിക്കാതെ നോക്കുക. ഇയർ ഡ്രം പൊട്ടിയിട്ട് ഹോൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സീരിയസ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മൂക്കടപ്പ് കൊണ്ടാണ് വേദന കൂടുതലെങ്കിൽ സലൈൻ ഡ്രോപ്സ് ഇറ്റിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മൂക്കിൽ സലൈൻ ഡ്രോപ്സ് ഇറ്റിക്കുന്നത് ഒരു ഇഷ്യൂ ഇല്ല. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു പഞ്ഞി വെച്ച് ചെവി അടച്ചുകൊണ്ട് വെള്ളം അകത്ത് കയറാതെ നോക്കണം. നമ്മൾ തനിയെ തന്നെ വീട്ടിൽ നിന്ന് ബഡ്സ് ഇട്ടുകൊണ്ട് ഉൾവശം ക്ലീൻ ചെയ്യാതെ നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ വീട്ടിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴൊക്കെയാന്ന് നോക്കാം. കുട്ടിക്ക് തലകറക്കം പറയുക, പെട്ടെന്ന് ഛർദ്ദിക്കുക, ചെവിയുടെ രണ്ട് പുറകുവശമായിട്ട് നീർക്കെട്ട് തോന്നുക, അല്ലെങ്കിൽ ശക്തമായ പനിയും നിർത്താതുള്ള കരച്ചിലൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ കുട്ടിയെ ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിനിക്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കൂടാതെ ഒരു ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ വഴി ഇയറിൻ്റെ ആ കനാൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫോറിൻ ബോഡി ഇരിക്കുന്നതുകൊണ്ടാണോ ഇൻഫെക്ഷൻ ആയത്, അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിൽ പൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ, ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് പരിശോധിക്കാനും പെട്ടെന്ന് തന്നെ ചികിത്സ ലഭ്യമാക്കാനും പറ്റും. ഹോമിയോപ്പതിയിൽ കുട്ടിയുടെ വേദനയുടെ തീവ്രത അനുസരിച്ചും അതിൻ്റെ പ്രത്യേകതകളനുസരിച്ചും ഓരോ കുട്ടിയിലും മരുന്നിന് വ്യത്യാസം വരുന്നുണ്ട്. അത് തുടർച്ചയായി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇയറിൽ നിന്ന് വരുന്ന ഈ ഡിസ്ചാർജ് പതുക്കെ പതുക്കെ അത് ഡ്രൈ ആയിട്ട് വരാനും അതോടുകൂടെ ആ ഇയർ ഡ്രമ്മിൽ ഉണ്ടായിരുന്ന പൊട്ടൽ ഹീൽ ചെയ്യാനും എല്ലാ രീതിയിലുള്ള മൂക്കടപ്പും വേദനകളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും രീതിയിൽ ഈ ഇയർ ഡ്രമ്മിൽ ഉണ്ടായ ഹോള് പൂർണ്ണമായി അടഞ്ഞില്ലെങ്കിൽ മാത്രമാണ് ഒരു ടിമ്പാനോപ്ലാസ്റ്റി സർജറിയുടെ ആവശ്യമായിട്ട് വരിക. ഹോമിയോപ്പതിയിൽ ഇതിൽ ഇയറിൻ്റെ ഇൻഫെക്ഷൻ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ കാരണം എന്താണ്, എന്തെങ്കിലും നേസൽ പോളിപ്പോ അതേപോലെ DNS അങ്ങനെയുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ, അതേപോലെ തന്നെ ആ വേദനയുടെ പ്രത്യേകതയും അതിൻ്റെ തീവ്രത അനുസരിച്ചൊക്കെ നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ തുടർച്ചയായി കഴിച്ച് കഴിയുമ്പോൾ അത് വരുന്നതും വരാനുള്ള ടെൻഡൻസി ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കാണുമ്പോൾ പാരൻസ് പാനിക് ആവാതെ തുടക്കത്തിൽ തന്നെ സിംറ്റംസ് മനസ്സിലാക്കിക്കൊണ്ട് ഇയർ ഇൻഫെക്ഷനാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചികിത്സ കൊടുക്കാനും അതിനെ തുടർന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഈ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഈ കേൾവി കുറവ് ഇതൊക്കെ നമുക്ക് തടയാനും പറ്റും. നിങ്ങളുടെ കുട്ടികളൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇയർ ഇൻഫെക്ഷൻ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച ആ സിംറ്റം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്